ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഹരിത പ്രോട്ടോകോൾ പാലിച്ച് നടത്താൻ തീരുമാനം. കൊട്ടിയൂർ ദേവസ്വം വിളിച്ചു ചേർത്ത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം എടുത്തത്. ദേവസ്വം ഓഫീസിൽ ചേർന്ന യോഗത്തിൽ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ KC സുബ്രഹ്മണ്യൻ നായർ അധ്യക്ഷത വഹിച്ചു. പ്രധാനമായും കൊട്ടിയൂർ പഞ്ചായത്ത് അവര് എല്ലാ തരത്തിലും മുൻകാലങ്ങളിലൊക്കെ നമ്മളോട് തോളോട് ചേർന്ന് പ്രവർത്തിച്ചവരാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇത്ര വലിയ മഹോത്സവം നടക്കുമ്പോൾ ലക്ഷാവധി ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്ര നഗരിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് കാണേണ്ടത് ഇവിടുത്തെ ശുചിത്വം തന്നെയാണ്. ഇത് വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞതൊരു കാര്യമില്ല. ധാരാളം ആളുകൾ വരുന്ന സ്ഥലത്ത് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ചെറുതായ പാളിച്ചകൾ സംഭവിച്ചാൽ ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല, ധാരാളം പേരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം തന്നെയാണ് നമ്മൾ ഈ സമ്മേളനത്തിൽ പ്രതിനിധീകരിച്ചിരിക്കുന്ന നമ്മുടെ ആരോഗ്യ വകുപ്പിലെ പ്രതിനിധികളെയും കാണുന്നത്. അപ്പോൾ ഈ കൊല്ലത്തെ ഉത്സവത്തിൻ്റെ ആരംഭം കുറിക്കുന്ന അവസരത്തിൽ തന്നെ പ്രധാനമായും ചിന്തിക്കേണ്ട വിഷയം നമ്മുടെ ആരോഗ്യവകുപ്പിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വിട്ടുപോയതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്മുടാകം, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ശുചിത്വ മിഷൻ ADMSC KR രാജശേഖരൻ, ദേവസ്വം ട്രസ്റ്റി N പ്രശാന്ത്, കൊട്ടിയൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ NT റോയി, കൊട്ടിയൂർ എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ, നിഷാദ് മണത്തണ, K നാരായണൻ, മനോജ് എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രനഗരിയിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, ദേവസ്വത്തിന്റെ പ്രതിനിധി, പഞ്ചായത്തിന്റെ പ്രതിനിധി എന്നിവരടങ്ങുന്ന ഒരു സ്ക്വാഡ് രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഹൈവിഷൻ ന്യൂസ്, കേളകം.